ബഹുമാനപ്പെട്ട പിതാവിനെ ഹൃദയപൂർവ്വം പള്ളി വന്നിരിക്കുന്ന ഒരു അച്ഛൻ്റെ ജൂബിലി ആയിട്ടാണ്. ക്രിസ്റ്റി അച്ഛൻ്റെ 25ാം വർഷത്തെ ജൂബിലി ആയിട്ടാണ് നിൽക്കുന്നത്. ക്രിസ്റ്റി അച്ഛൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ദൈവങ്ങളുടെ പാതയിൽ വലിയ കരുത്തും താങ്ങും തള്ളുമായിട്ടുണ്ട്. കൊല്ലം രൂപതയുടെ മുൻ മെത്രാനായിരുന്ന അഭിവന്യ സ്റ്റാലി റോമൻ പിതാവ്. ഇന്ന് അച്ഛൻ കൃതജ്ഞതാബലി അർപ്പിക്കുമ്പോൾ അച്ഛനോടൊപ്പം ചേർന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ പിതാവിൻ്റെയും അനുഗ്രഹമായ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്. അച്ഛൻ്റെയും നാമത്തിൽ പിതാവിനെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ കൊല്ലം മെത്രാൻ അഭിവന്യ പോളാമ്പുലസി പിതാവ് എന്ന് ചേർന്നതായിരിക്കും അച്ഛനോട് അനുമോദനം അർപ്പിക്കുവാൻ. എല്ലാവരുടെയും പേരിൽ അഭിനയ പിതാവിനെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സോണിയച്ചൻ, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ബസച്ചൻ, ജോസഫ് ഫ്രാൻസിസ് അച്ഛൻ വിദേശത്താണ്. ഇന്ന് രാവിലെ എത്തിയതേയുള്ളൂ. ഇതിലല്ല ഈ 3 വൈദികരെയും ഹൃദയപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളാം. പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. സ്റ്റാൻലി റോമൻ പിതാവേ, ജൂബിലിയറിനായ പ്രിയപ്പെട്ട ജോസഫ് ക്രിസ്റ്റി അച്ഛൻ, ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, അച്ഛൻ്റെ പ്രിയപ്പെട്ട അമ്മ, സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അച്ഛൻ മാത്രമല്ല ഒരു ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു വൈദികനായി അദ്ദേഹം ഈ സഭയിൽ നമുക്കെല്ലാവർക്കും ശുശ്രൂഷ. നമുക്ക് ഇപ്രകാരം ക്രിസ്ത്യച്ചന് നല്ല ഒരു പരിശീലനമൊക്കെ നൽകി നന്നായിട്ട് വളർത്തിയ പ്രിയപ്പെട്ട അമ്മ ഇവിടെയുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. 25 വർഷങ്ങൾക്ക് മുമ്പ് അർപ്പിച്ച കുർബാനയുടെ മനോഹരമായ ഓർമ്മയും അദ്ദേഹം ഇന്ന് കുർബാന അർപ്പിക്കുന്നു.
എന്നുള്ളിൽ വാ ഈശോയേ, എന്നിൽ ജീവൻ നീശോയേ, ഈശോയേ, ഈശോയേ, നിത്യമായി വാഴും ദൈവമേ, സത്യഭോജ്യമാമൻ സ്നേഹമേ, നിത്യമായി വാഴും ദൈവമേ, സത്യഭോജ്യമാമൻ സ്നേഹമേ, എന്നാത്മനാഥനീശുവേ, സ്വർഗീയമായി സന്തോഷമായി ഉള്ളിൽ വാഴും നേരമായി എന്നാളും സക്കാലേ പ്രകാശമേ ഉള്ളം കയ്യിൽ നീ വന്നിടും, എന്നാവിൽ അലിയും ചൈതന്യമായി, ഉള്ളം കയ്യിൽ നീ വന്നിടും, എന്നാവിൽ അലിയും ചൈതന്യമായി, എന്നാത്മാവിൽ വാസമാകാൻ ആനന്ദമെന്നും കിരീടമാം നിന്നാത്മനാഥനീശുവേ, എന്നിൽ നിറയണമേ, സ്വർഗീയമാം സന്തോഷമായി ഉള്ളിൽ വാഴും നേരമായി നിന്നാളുമെൻ സത്യ നീ എന്ത് വാങ്ങിക്കുന്നത്? അഭിനന്ദ പിതാവ് ആശംസ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ക്രിസ്റ്റി ജോസഫ് അച്ഛ, ബഹുമാനപ്പെട്ട പേരന്മാരെ, പ്രിയമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഫോൺ എന്നെ പഠിച്ചോ?
German descent in her glory vaഴും നിർമ്മലയായി കാക്കണമേ പ്രേമേന്ദ്രൻ മാനവപ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ ദൈവരാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷണമകരണമേ എല്ലാവർക്കും എല്ലാം ഇവിടെ വെൽക്കം ഡ്രിങ്ക് ആണ്. തുറന്നു പോവാ. രണ്ട് കൗണ്ടറാണ് ഇവിടെ ആത്തുള്ളത്. പുറത്തൊരു കൗണ്ടറുണ്ട് ഗൈസ്. ഇതാണ് മറ്റേ ഈ ജ്യൂസ് എടുക്കുന്ന ചേട്ടന്മാർ വന്നത്. ജ്യൂസ് കൊടുക്കുന്ന ചേട്ടൻ ജ്യൂസ് കുടിക്കുന്ന ചേട്ടൻ 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 നമുക്ക് കഴിക്കാം. അതിന് മേടിക്കാൻ ഗൈസ് പോയി അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടാണ് ഗൈസ് വയ്ക്കാൻ പോകുന്നത്. ലൈനിൽ കയറി മേടിച്ചിട്ട് വരാം. ആണ്ടേ ഗൈസ് ബഹുമാന്യനായ കെ വി തോമസ് സാറിനെ ഞാൻ ആദരവോടെ ക്ഷണിക്കാം.
പ്രിയങ്കരനായ ക്രിസ്റ്റി അച്ഛ, എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ പ്രേമചന്ദ്രൻ MP, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഫെറോന പള്ളി മുറ്റത്ത് ഞാൻ വരുന്നത്. ആദ്യം ഇവിടെ എത്തുന്നത് 2001 ഞാൻ സംസ്ഥാന ഫിഷറീസ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ കായലിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ ഇടുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ഞാനിവിടെ വരുന്നത് ഇതുപോലെ തന്നെ മനുഷ്യരെ പിടിക്കുന്ന അച്ഛനെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ്. ഞാനും അച്ഛനുമായിട്ടുള്ള എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, പുനലൂർ രൂപത രൂപീകൃതമായ കാലത്ത് ആദ്യത്തെ ബിഷപ്പ് മത്തായി പിതാവാണ്, മത്തിയാസ് പിതാവാണ്, ഇപ്പോൾ പൊന്നുമുത്തൻ പിതാവാണ്. രണ്ടുപേരുമായി ഞാൻ ബന്ധപ്പെടുന്നത് രൂപതയുടെ ചില പ്രശ്നങ്ങളുമായിട്ടാണ്. രൂപതയ്ക്ക് ധാരാളം, ഒരു പുതിയ രൂപതയാണ്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ രണ്ട് മത്തിയാസ് പിതാവും പൊന്നുമുത്തൻ പിതാവും വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ രൂപതയുടെ ഒരു പ്രതിനിധിയായി കഴിഞ്ഞ ഒരു 10 വർഷമായി അച്ഛനാണ് വരുന്നത്. അത് തിരുവനന്തപുരത്താണെങ്കിലും ഡൽഹിയിലാണെങ്കിലും അത് അത്രയും കൃത്യമായത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ തന്നെ ഈ പരിപാടിക്ക് ഞാൻ വരാൻ കാരണം അച്ഛൻ എന്നെ പല പ്രാവശ്യം വിളിച്ചു. അച്ഛൻ്റെ ഈ പരിപാടിക്ക് ഞാൻ വന്നില്ല, അല്ലാതെ ഞാനിവിടെ സാധാരണ വരാറുണ്ട്. ഫാത്തിമ കോളേജിലെ ഒരു റെഗുലർ വിസിറ്ററാണ് ഞാൻ, പല പരിപാടികളിലും പങ്കെടുത്തു. പക്ഷെ ഇവിടെ ഇത് നിർബന്ധപൂർവ്വം വരണം. മാത്രമല്ല, എറണാകുളത്ത് വന്ന് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നത് വന്ദേ ഭാരതിലാണ്. റോഡിൽ പോകുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇത് തന്നെ 3 മണിക്കൂറോളം എടുത്തു. എങ്കിലും അച്ഛനോടുള്ള ഒരു സ്നേഹം, സമൂഹത്തോടുള്ള സ്നേഹം, അച്ഛനെപ്പോലെ പുനലൂർ പോലെ വികസിച്ചു വരുന്ന രൂപതയ്ക്ക്, ധാരാളം പ്രശ്നങ്ങൾ രൂപതയ്ക്ക് വ്യക്തവും ശക്തവുമായ നേതൃത്വം കൊടുക്കുന്നൊരു പുരോഹിത ശ്രേഷ്ഠൻ 25 വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. മാത്രമല്ല, ആലുവയിലെ സെൻറ്റ് ജോസഫ് പൊന്തിപ്പിക്കൽ സെമിനാരിയിലാണ് അദ്ദേഹം പഠിച്ചത്. എൻ്റെ സെമിനാരി കൂടിയാണ്. കാരണം ഞാൻ ദീർഘകാലം, ഏകദേശം 30 വർഷക്കാലം പ്രതിനിധീകരിച്ച എറണാകുളം ഒരു പാർലമെൻറ്റ് കോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവിടെയാണ് അങ്ങനെയുള്ളൊരു ബന്ധം എനിക്ക് അച്ഛനുമായിട്ടുണ്ട്, രൂപതയുമായിട്ടുണ്ട്, കൊല്ലരൂപതയുമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഒരു വലിയ സന്തോഷം. നമുക്കതിനെ പുരോഗതിയുള്ള വിശ്വാസമാണ്. നമ്മുടെ അച്ഛൻ്റെ ജൂബിലി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ അടുത്ത വർഷം കാണാം.